മനുഷ്യരാശി ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണ് ആഗോളതാപനവും അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാലാവസ്ഥാ വ്യതിയാനവും. സൂര്യനിൽ നിന്ന് വരുന്ന ചൂട് ഭൂമിയിൽ തന്നെ തടഞ്ഞു നിർത്തുന്ന കാർബൺ തുടങ്ങിയ ഹരിതഗൃഹവാതകങ്ങൾ പരിസര മലിനീകരണം വഴി അന്തരീക്ഷത്തിൽ വർദ്ധിക്കുന്നതാണ് ഭൂമി ഇങ്ങനെ ചൂടുപിടിക്കുന്ന ആഗോളതാപനത്തിന് കാരണം. ആഗോളതാപനം കൊണ്ടുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലം ഭൂമിയിലാകമാനം ഋതുക്കൾ മാറുകയും അതിവരൾച്ചയും അപ്രതീക്ഷിത പേമാരിയും വെള്ളപ്പൊക്കവും ചുഴലിക്കാറ്റുകൾ സുനാമി എന്നിവയ്ക്ക് ഇടയാക്കുകയും തീക്ഷ്ണ കാലാവസ്ഥകൾ നീണ്ടു നിൽക്കുകയും അത് കരയിലെയും കടലിലെയും ആവാസ വ്യവസ്ഥകളെ തകർക്കുകയും സസ്യജന്തു ജീവജാലങ്ങളെ ബാധിക്കുകയും ചെയ്യും. ഓരോ വർഷവും 36 ബില്യൺ മെട്രിക് ടൺസ് കാർബൺ ഡയോക്സൈഡാണ് അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്നത്. കാർബണിനെ വലിച്ചെടുക്കുന്ന വനങ്ങൾ വെട്ടിനശിപ്പിച്ചതും കൽക്കരി, പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങളുടെ അമിതോപയോഗവും പ്രകൃതി വിഭവങ്ങളുടെ അനിയന്ത്രിത ചൂഷണങ്ങളിലൂടെ പരിസ്ഥിതിയെ തകിടം മറിച്ചതുമാണ് ചുട്ടുപഴുക്കുന്ന അവസ്ഥയിലേക്ക് ഭൂമിയെ എത്തിച്ചിരിക്കുന്നത്. വർദ്ധിക്കുന്ന അന്തരീക്ഷ താപത്തെ ആഗിരണം ചെയ്ത് ചൂടേറുന്ന സമുദ്രങ്ങൾക്ക് മുകളിൽ ന്യൂനമർദ്ദ സാധ്യത വർദ്ധിക്കുകയും ചൂടുപിടിച്ച് വികസിതമായ വായു ശക്തമായ കാറ്റിനും മഴയ്ക്കും വഴിയൊരുക്കുകയും പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. വർദ്ധിക്കുന്ന ചൂട് മഞ്ഞുരുകുന്നതിന്റെ വേഗം കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ 3 മടങ്ങായി കൂടുന്നു എന്ന് പഠനങ്ങൾ. ആർക്ടിക് പ്രദേശത്തെയും ഹിമാലയത്തിലെയും മഞ്ഞുമലകൾ അതിവേഗം ഉരുകുകയാണ്. മഞ്ഞുമലകൾ ഉരുകി വീഴുന്നതും സമുദ്രത്തിന്റെ താപീയ വികസനവും കടൽ നിരപ്പ് ഉയരുന്നതിന് കാരണമാകും. ഭൂമിയിലെ പ്രകൃതി ദുരന്തങ്ങളുടെ തീവ്രതയും ആവർത്തനവും ദൈർഘ്യവും ആഗോളതാപനം മൂലമുള്ള കാലാവസ്ഥാ വ്യതിയാനം വർദ്ധിപ്പിക്കുകയാണ്. ഈ രീതിയിൽ പോയാൽ ഭൂമിയിലെ മനുഷ്യനുൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഭയാനകാവസ്ഥയിലായിരിക്കും എത്തിച്ചേരുക എന്ന് ശാസ്ത്രലോകം മുന്നറിയിപ്പ് നൽകുന്നു. 2015 നവംബർ 30 പാരീസിൽ നടന്ന COP21 എന്നറിയപ്പെടുന്ന കാലാവസ്ഥാ ഉച്ചകോടിയിൽ 196 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള 30,000-ഓളം പ്രതിനിധികൾ പങ്കെടുത്തു. എല്ലാ രാജ്യങ്ങളും പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ഭൂമിയെ രക്ഷിക്കാനും കാർബൺ ഉൾപ്പെടെയുള്ള ഹരിതഗൃഹവാതകങ്ങൾ ഗണ്യമായി കുറയ്ക്കാനും വർദ്ധിക്കുന്ന അന്തരീക്ഷ താപനില 1.5 ഡിഗ്രി സെൽഷ്യസിനുള്ളിലേക്ക് പിടിച്ചു നിർത്താനായി പ്രവർത്തിക്കാനും പ്രതിജ്ഞ ചെയ്ത് ഉടമ്പടി ഒപ്പിടുകയുണ്ടായി. ആഗോളതലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതി ദുരന്തങ്ങളും കേരളത്തിലും പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു. 3 മാസം നീണ്ട കാലവർഷത്തിനൊടുവിൽ 2018 ഓഗസ്റ്റ് 8 മുതൽ 18 വരെ തുടർന്ന് അതിശക്തമായ പേമാരിയിൽ കേരള സംസ്ഥാനത്തെ 41 നദികൾ നിറഞ്ഞൊഴുകി. 13 ജില്ലകളെ ബാധിച്ചു. 8 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. 39-ലധികം അണക്കെട്ടുകൾ തുറന്നുവിടപ്പെട്ടു. പ്രളയത്തിൽ ഏകദേശം 483 മനുഷ്യർക്ക് ജീവഹാനി സംഭവിക്കുകയും പലരെയും കാണാതാവുകയും ചെയ്തു. 11,000 വീടുകൾ പൂർണ്ണമായും 1,00,000-ലേറെ വീടുകൾ ഭാഗികമായും തകർന്നു. 56,000 ഹെക്ടർ കൃഷിഭൂമി നശിച്ചു. 10,000-കണക്കിന് മൃഗങ്ങൾക്കും പക്ഷികൾക്കും ജീവഹാനി സംഭവിച്ചു. 40,000 കിലോമീറ്റർ റോഡുകൾ തകർന്നു.
16 ലക്ഷത്തോളം വരുന്ന മനുഷ്യർ 3314 ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തി. കേരളത്തിന്റെ മലയോര മേഖലകളിൽ ഉരുൾപൊട്ടിയത് 215 സ്ഥലത്താണ്. ചുരങ്ങളിൽ മണ്ണിടിഞ്ഞ് റോഡ് ഗതാഗതം താറുമാറായി. 218 പാലങ്ങൾ തകർന്നു. കേരളത്തിന്റെ ജനവാസ കേന്ദ്രങ്ങൾ പകുതിയും വെള്ളത്തിലായി. രക്ഷാപ്രവർത്തകർ വിവിധയിടങ്ങളിൽ കുടുങ്ങിക്കിടന്ന 2 ലക്ഷത്തോളം പേരെ സാഹസികമായി വിവിധ മാർഗങ്ങളാൽ രക്ഷപ്പെടുത്തി. കേരളത്തിലെ പ്രളയം ഒരു മുന്നറിയിപ്പെന്ന് കാലാവസ്ഥാ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ലോകത്തിൽ എല്ലാ രാജ്യങ്ങളിലും കാലാവസ്ഥാ വ്യതിയാന പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നുവെങ്കിലും കേരളമടക്കമുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് അത് ഏറ്റവും രൂക്ഷമായി ബാധിക്കാവുന്നത്. പ്രകൃതിക്ഷോഭങ്ങളുടെ തുടർച്ചകളും വ്യാപ്തിയും നിശ്ചയിക്കുന്നതിൽ ഓരോ പ്രദേശത്തിൻ്റെയും ഭൂമിശാസ്ത്രപരമായ സ്ഥാനത്തിനും മൊത്തം വലിപ്പത്തിനും വലിയ പങ്കാണുള്ളത്. ഭൂമധ്യരേഖയിൽ നിന്ന് അധികം അകലെയല്ലാത്ത ഭൂമിശാസ്ത്രപരമായ ഒട്ടേറെ പ്രത്യേകതകളുള്ള സംസ്ഥാനമാണ് കേരളം. സഹ്യപർവ്വത നിരകളിൽ നിന്ന് പടിഞ്ഞാറ് അറബിക്കടലിലേക്ക് ചെരിഞ്ഞുകിടക്കുന്ന ചെറുഭൂഭാഗമായ കേരളത്തിൻ്റെ 48% മലനാടും 40% ഇടനാടും തീരപ്രദേശം 12%. 44 നദികളും 34 ചെറുതും വലുതുമായ കായലുകളും ഉൾപ്പെടുന്ന 580 കിലോമീറ്റർ നീളവും ശരാശരി വീതി 75 കിലോമീറ്ററും മാത്രമുള്ള കേരളത്തിൽ 3,48,00,000 ജനങ്ങൾ വസിക്കുന്നു. പശ്ചിമഘട്ടവും അറബിക്കടലും തമ്മിലുള്ള ദൂരം വളരെ കുറവാണ്. 9 ജില്ലകൾ കടലിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിൽ 590 കിലോമീറ്റർ നീണ്ട കടലോരമാണുള്ളത്. അവിടെ മാത്രം 8 ലക്ഷത്തിലേറെ പേർ തിങ്ങിപ്പാർക്കുന്നുണ്ട്. ഭാരതത്തിന്റെ ആകെ ഭൂവ്യാപ്തിയിൽ 2% പോലും തികച്ചില്ലാത്ത ജനസാന്ദ്രത കൂടിയ പരിസ്ഥിതി ലോല പ്രദേശമായി കണക്കാക്കിയിട്ടുള്ള കേരളത്തിൽ ജനജീവിത ദുരന്തങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പ്രകൃതിക്ഷോഭങ്ങൾ വർദ്ധിക്കുന്നത് പതിവായി മാറുകയാണ്. 245 മത്സ്യത്തൊഴിലാളികളുടെ മരണം സ്ഥിരീകരിച്ച് 661 മത്സ്യത്തൊഴിലാളികളെ കാണാതാക്കിയ 2017 നവംബറിലെ ഓഖി ചുഴലിക്കൊടുങ്കാറ്റ് ദുരന്തം കഴിഞ്ഞിട്ട് അധികകാലമായില്ല. 2018 ഓഗസ്റ്റിലെ പ്രളയത്തിന്റെ ആഘാതത്തിൽ നിന്ന് കേരളം കരകയറുന്നതിന് അനേകം വർഷങ്ങൾ വേണ്ടിവരുമെന്ന് കണക്കാക്കപ്പെടുന്നു. കേരളം പുതിയൊരു ഭിന്ന കാലാവസ്ഥാ പ്രദേശമായി മാറിക്കൊണ്ടിരിക്കുന്നു. വർഷം തോറും ചൂടുകൂടിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ അതിവരൾച്ചയും അതിവർഷവും കേട്ടുകേൾവിയായിരുന്ന ഉഷ്ണതരംഗവും സൂര്യാഘാതവും മേഘവിസ്ഫോടനവും പതിവായി മാറുകയാണ്. വർദ്ധിക്കുന്ന ചൂടുകൊണ്ട് കാറ്റിന്റെ ദിശയും ഗതിയും വേഗതയുമെല്ലാം സാധാരണ നിലയിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ മഴയുടെ ലഭ്യതയിലും സ്ഥലകാല വിതരണത്തിലും വളരെ മാറ്റം വന്നിരിക്കുന്നു. ഓരോ വർഷവും മഴയുടെ തോതിൽ ഏറ്റക്കുറച്ചിൽ. മൺസൂണിന്റെ കവാടം വടക്കോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കാലവർഷം ചിലപ്പോൾ കാലം തെറ്റുന്നതായും പരാജയപ്പെടുന്നതായും മറ്റു ചിലപ്പോൾ അതിവർഷമായും കാണാം. പ്രതിവർഷം ശരാശരി 3000 മില്ലിമീറ്റർ മഴ കിട്ടുമായിരുന്ന കേരളത്തിൽ പല സ്ഥലങ്ങളിലും 40 ഡിഗ്രി ചൂട് വരെ കണ്ടു തുടങ്ങുകയും വരൾച്ച പതിവാകുകയും ചെയ്യുന്നു. മണ്ണിന്റെ ഘടന മാറി. അന്തരീക്ഷ താപനിലയിലും മഴയിലും പൊടുന്നനെ മാറ്റങ്ങളുണ്ടാകുന്നത് കൃഷിയെയും കാർഷിക വിളകളെയും പ്രതികൂലമായി ബാധിക്കും. ചൂട് കാരണം കേരളത്തിലെ മത്സ്യലഭ്യത 16% കുറഞ്ഞു. പാലുൽപാദനം 25 മുതൽ 30% വരെ കുറഞ്ഞിട്ടുണ്ട്. പ്രതിവർഷം 40 ലക്ഷം ടൺ അരി വേണ്ടിടത്ത് വിളയിക്കുന്നത് 5.5 ലക്ഷം ടൺ മാത്രം. വയലുകളും കുളങ്ങളും പരിമിതങ്ങളായി. കഴിഞ്ഞ 40 വർഷത്തിനിടയ്ക്ക് മാത്രം 7 ലക്ഷം ഹെക്ടറിനടുത്ത് വയലുകൾ നഷ്ടമായിരിക്കുന്നു. കേരളത്തിലെ ഇപ്പോൾ അവശേഷിക്കുന്ന കൃഷിഭൂമിയുടെ 65% വരുന്ന
റബ്ബർ, തേയില, കശുവണ്ടി, കുരുമുളക്, തേങ്ങ തുടങ്ങിയ നാണ്യവിളകളെ കാലാവസ്ഥാ വ്യതിയാനത്താലുള്ള അത്യുഷ്ണവും അതിവർഷവും ബാധിക്കും. മിക്ക ഭാഗങ്ങളിലും ഭൂഗർഭജലം അപകടകരമാം വിധം താഴേക്ക് പോയിരിക്കുന്നു. കൃഷിഭൂമികളിൽ ഉപയോഗിക്കപ്പെടുന്ന 1000 ടണ്ണിലധികമുള്ള കീടനാശിനികൾ, ഫാക്ടറികൾ പുറന്തള്ളുന്ന രാസവസ്തുക്കൾ, ഖരമാലിന്യങ്ങൾ തള്ളൽ, വനനശീകരണം കൊണ്ടുള്ള മണ്ണൊലിപ്പുകൾ എന്നിവകളാൽ കേരളത്തിലെ നദികൾ നശിക്കുകയും ചെയ്യുന്നു. പ്രതിദിനം 5 ലക്ഷം ക്യൂബിക് മീറ്റർ മാലിന്യങ്ങൾ കേരളത്തിലെ നദികളിലേക്ക് തള്ളിവിടുന്നത്രേ. കേരളം പ്രതിദിനം പുറന്തള്ളുന്നത് 480 ടൺ പ്ലാസ്റ്റിക് വസ്തുക്കൾ. 50 കൊല്ലം മുൻപ് 50% വനമുണ്ടായിരുന്ന കേരളത്തിൽ ഇന്ന് 29% മാത്രമേ കാടുകളുള്ളൂ. കേരളത്തിൻ്റെ മലയോരങ്ങളിൽ 8,000-ഓളം പാറക്വാറികളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഉരുൾപൊട്ടലിനും മണ്ണൊലിപ്പിനും അതിടയാക്കുന്നു. വനവിസ്തൃതി കുറഞ്ഞതും പരിസര മലിനീകരണങ്ങൾ വ്യാപകമായതും കോൺക്രീറ്റ് വനങ്ങളായി മാറുന്ന നഗരങ്ങളും നഷ്ടപ്പെടുന്ന പച്ചപ്പും വർദ്ധിച്ചുവരുന്ന വാഹനപ്പെരുപ്പമുണ്ടാക്കുന്ന കാർബൺ ബഹിർഗമനവും കേരളത്തെ ചുട്ടുപൊള്ളുന്ന താപത്തുരുത്തുകളാക്കി മാറ്റുന്നു. വിദൂര ഭാവിയിൽ കേരളം മരുഭൂമിയാകുമോ എന്ന് ആശങ്കപ്പെടുന്നവരുണ്ട്. ജനിതകമാറ്റം വന്ന പുതിയ തരം ബാക്ടീരിയകളും വൈറസുകളും രോഗങ്ങളുമാണ് കാലാവസ്ഥാ മാറ്റത്തിൻ്റെ മറ്റൊരു പ്രത്യാഘാതം. കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ, ജാപ്പനീസ് ജ്വരം തുടങ്ങി നിപ്പ വരെയുള്ള വിവിധതരം പകർച്ചവ്യാധികൾ ആശങ്കയുണർത്തുന്നതാണ്. ആഗോളതാപനത്തിൻ്റെ മറ്റൊരു പ്രത്യാഘാതമാണ് കടലിൻ്റെ ജലനിരപ്പുയർന്ന് കായലിലും നദികളിലും താഴ്ന്ന പ്രദേശങ്ങളിലും ഉപ്പുവെള്ളം വ്യാപിച്ച് ആവാസ വ്യവസ്ഥകളെ തകർക്കൽ. ആഗോളതാപനമുണ്ടാക്കുന്ന ചൂടുകൊണ്ട് വികസിച്ചും മഞ്ഞുരുകി വീണും ഉയരുന്ന കടൽ ജലം കായലിൽ വ്യാപിച്ച് കായൽ നിരപ്പ് ഉയരുന്നതിനും അത് ജീവിതാവസ്ഥകളെയും തീരദേശ കുടിവെള്ളത്തെയും കൃഷിയെയും മറ്റു ഉപജീവന മാർഗങ്ങളെയും ബാധിക്കുന്നതിനും ഇടയാക്കുന്നു. ഒരു കാലത്ത് ജനങ്ങൾ ധാരാളമായി താമസിച്ച് കൃഷിയും മറ്റു ഉപജീവന മാർഗങ്ങളും നടത്തിയിരുന്ന ഒരു പ്രദേശമാണ് മൺട്രോത്തുരുത്ത്. ഒരിക്കൽ സമൃദ്ധ ഭൂമിയായിരുന്ന ഇവിടം ആവാസയോഗ്യമല്ലാത്ത ദുരന്തഭൂമിയായി മാറി. കടൽ ജലം ഉയർന്നു കയറി പരിസ്ഥിതി തകർന്ന് കാർഷിക മേഖലകളെയും മത്സ്യമേഖലകളെയും മറ്റ് തൊഴിൽ മേഖലകളെയും ബാധിച്ച് ഇവിടുത്തെ ജനജീവിതം അസാധ്യമാക്കിയിരിക്കുന്നു. ഒരു കാലത്ത് വളരെയേറെ സമ്പൽ സമൃദ്ധിയും വളരെയേറെ കാർഷിക മേൽക്കോയ്മയൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് ഈ മൺട്രോത്തുരുത്ത്. ഏകദേശം 1500 ഹെക്ടർ ഭൂപ്രദേശത്തായി ഒരു 1700 കുടുംബങ്ങൾ, ഏതാണ്ട് 9400 ജനങ്ങൾ. ഇതാണ് ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി എന്ന് പറയുന്നത്. പ്രധാനമായും നമ്മൾ നോക്കുമ്പോൾ ഒരു റെയിൽവേ ലൈൻ ഇതിന് കുറുക്കിനായി ഒരു 3 കിലോമീറ്ററുള്ള കടന്നു പോകുന്നത്. ഈ റെയിൽവേ ലൈന് പടിഞ്ഞാറ് ഭാഗത്തുള്ളവരാണ് ഈ പ്രദേശവുമാണ് ഈ പാരിസ്ഥിതിക പ്രശ്നം കൂടുതലായി അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ജലം ഉയർന്നുയർന്ന് ആദ്യം നടന്നു പോകുന്ന വഴികളിലേക്ക് കടന്നു വന്നുകൊണ്ട് ആ വഴികൾ നശിപ്പിച്ചു. തുടർന്ന് പുരയിടങ്ങളിലേക്ക് കയറിക്കൊണ്ട് കരകൃഷികളെല്ലാം തന്നെ നശിപ്പിച്ചു, തെങ്ങ് കൃഷി ഉൾപ്പെടെ നശിപ്പിച്ചു. അതും കടന്ന് അവരുടെ ഭവനങ്ങളിലേക്ക് തന്നെ കടന്നു ചെല്ലുകയും അങ്ങനെ ജീവിതം മുഴുവനായി തന്നെ അസാധ്യമായ ഒരു ജനതയാണ് ഈ ഭാഗത്തുള്ളത്. ഏതാണ്ട് 200ഓളം ഭവനങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ മൂലം ഇവിടെ ജീവിക്കാൻ വയ്യാതായി ഇവിടെ വിട്ടുപോയിരിക്കുകയാണ്. ഈ ദുരന്തഭൂമിയിൽ പാവങ്ങൾക്ക് മാത്രം അവശേഷിക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഓരോ വർഷം കഴിയുന്നതോറും ഈ ജലനിരപ്പ് ഉയരുന്നുണ്ട്, വേലിയേറ്റം നിൽക്കുന്ന സമയം കൂടുന്നുണ്ട്. അതോടൊപ്പം തന്നെ വേലിയേറ്റത്തിൻ്റെ ദൈർഘ്യവും എല്ലാം വർദ്ധിച്ചു വരികയാണ്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം 40 വർഷമായി ഇവിടെ വന്ന് താമസമായിട്ട്. എന്നിട്ട് 3ാമത്തെ വീടാണ് ഇപ്പം നിലവിലുള്ളത്. പല തൊഴിൽ മേഖലയുണ്ടായിരുന്നു, അതെല്ലാം നഷ്ടപ്പെട്ടു. കയർ മേഖലയുണ്ടായിരുന്നു, മണലുണ്ടായിരുന്നു, ചെളിയുണ്ടായിരുന്നു. ഈ മേഖലയെല്ലാം ഇപ്പം ഇല്ല. ഇപ്പം ഞങ്ങൾ വള്ളത്തിൽ പോകും. വെള്ളം എടുക്കാനായാലും വെള്ളമില്ലെങ്കിൽ അടുത്ത സ്റ്റോപ്പിലോട്ട് പോയി വെള്ളം എടുക്കാറുണ്ട്. പിന്നെ അതുപോലെ ഒരു അസുഖം വന്നാലും വെള്ളത്തെ തന്നെ കൊണ്ടുപോവുക. ഇപ്പം പല കുടുംബങ്ങളും ഇവിടെ ഇല്ല, എല്ലാം ഇവിടുന്ന് പറക്കി കെട്ടിപ്പോയിരിക്കുക. ഇപ്പം 2-3 കൊല്ലം ആകുമ്പോൾ ആ വീട് വെക്കുന്ന സ്ഥലം താന്നുകൊണ്ടിരിക്കുക.
അത് ഈ വേലിയേറ്റ സമയമായി കഴിഞ്ഞാൽ നമുക്ക് മുറ്റത്തിറങ്ങാനും അതിലെ പെരയെ വരെ വെള്ളം കയറും. ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട്. ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും ഒരു ഗ്രാമത്തെയും അവിടുത്തെ പരിസ്ഥിതിയെയും തകർത്ത് ജനജീവിതം അസാധ്യമാക്കുന്നത് ഈ പ്രദേശ ചരിത്രം വിളിച്ചറിയിക്കുന്നു. ആഗോളതാപനത്താൽ കായൽ കടലിടുക്കായി മാറി ജനങ്ങളെ തലമുറകളായി ജീവിച്ചിരുന്ന പ്രദേശം ഉപേക്ഷിച്ചു പോകാൻ നിർബന്ധിതരാക്കിയിരിക്കുന്ന സാഹചര്യം കേരളത്തിലെ വിവിധ പ്രദേശങ്ങൾക്ക് ആഗോളതാപനം കൊണ്ടുണ്ടാകാവുന്ന വിവിധ പ്രശ്നസാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നു. കാലാവസ്ഥാ വ്യതിയാനം തീരദേശത്തെ വിവിധ തരത്തിൽ ബാധിക്കും. കടലാക്രമണങ്ങളും കടൽ കരയിലേക്ക് കയറുന്നതും പതിവായി മാറും. ഇതിനു മുമ്പ് ഞങ്ങൾക്ക് ഒരുപാട് കടൽപ്പുറം ഉണ്ടായിരുന്നു. കടൽ കയറി തിരമാലകൾ വീട്ടിനുള്ളിൽ വരെ അടിച്ചു കയറുകയും വീടുകൾ നാശനഷ്ടം വരികയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മത്സ്യത്തിന് പോകുന്നവർക്ക് മത്സ്യമേ ഇല്ല. ചൂട് കൂടുന്ന അതനുസരിച്ച് കുട്ടികൾക്കും ആളുകൾക്കും എല്ലാം ഓരോ അസുഖങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വരുന്ന 30 വർഷത്തിനകം ഉയരുന്ന കടൽ നിരപ്പ് 300 മീറ്ററിലധികം തീരപ്രദേശങ്ങൾ നഷ്ടമാക്കാനിടയാക്കുമത്രേ. തീരദേശ ആവാസ വ്യവസ്ഥയിലും മത്സ്യബന്ധനത്തിലും ഉണ്ടാകുന്ന ഏതൊരു ക്ഷതവും കേരളത്തെ ആകെ ബാധിക്കുന്നതാകും. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കെടുതികൾ ജനകോടികളുടെ ജീവിതത്തെയും ആവാസ വ്യവസ്ഥയെയും കേരളത്തിന്റെ കാർഷിക, മത്സ്യബന്ധന, ആരോഗ്യ, വിനോദസഞ്ചാര മേഖലകളെയും തൊഴിൽ മേഖലകളെയും സമ്പദ് വ്യവസ്ഥയെയും സാരമായി ബാധിക്കും. കാലാവസ്ഥാ വ്യതിയാന കെടുതികൾ ഏവരെയും ബാധിക്കുമെങ്കിലും അതിൻ്റെ ദുരന്തങ്ങൾ ഏറ്റവും അധികം ബാധിക്കുന്നത് ദരിദ്രരെയും സാധാരണക്കാരെയുമായിരിക്കും. കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാവുന്ന ഭീകരത വേഗത്തിലും സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണെന്നിരിക്കെ അതിൻ്റെ എല്ലാ ദോഷവശങ്ങളുടെയും ഇരയാണ് കേരളം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇവ നേരിടാൻ കേരളം സജ്ജമാകേണ്ടിയിരിക്കുന്നു. കേരളത്തിലുണ്ടാവുന്ന കാലാവസ്ഥാ മാറ്റങ്ങളും അവ സൃഷ്ടിക്കുന്ന നിരവധി പ്രശ്നങ്ങളും കണ്ടെത്തുകയും പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയെ തകർക്കുന്ന പ്രവർത്തനാവസ്ഥകളെ നിയന്ത്രിക്കുകയും മുൻകരുതൽ പ്രവർത്തനങ്ങൾ നടത്തുകയും പരിഹാര ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടുകയുമാണ് കേരള സർക്കാരിൻ്റെ പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് വിവിധ പദ്ധതികളിലൂടെ ചെയ്യുന്നത്. Coordinated with all of you. There's so much of participation about the Paristhitiki. In fact, we have been doing a lot of programs together. ആളുകളെ ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ ആക്കാൻ എനിക്ക് സാധിക്കും. പ്രാദേശിക തലത്തിൽ കാലാവസ്ഥാ വ്യതിയാന ദൂഷ്യഫലങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനും ശേഖരിക്കുന്നതിനുമുള്ള സംവിധാനം ഇതിൽ പ്രമുഖമാണ്. Settlements that he created were shaped based on the needs, the security needs or the defense needs or the authority of the chieftain, the culture and the social groupings, climate conditions, etc. കാലാവസ്ഥാ വ്യതിയാന പാരിസ്ഥിതിക പ്രശ്നങ്ങളെ നേരിടുന്നതിലുള്ള വെല്ലുവിളികളെയും ആവശ്യമായ അവബോധത്തെയും ജനപങ്കാളിത്തത്തെയും സൃഷ്ടിക്കുന്നതിന് വേണ്ടതായ നിരന്തര ബോധവൽക്കരണവും കർമ്മപദ്ധതികളുടെ നടത്തിപ്പും വകുപ്പിന്റെ പ്രവർത്തനങ്ങളാണ്. This event will remind in their mind about the requirement of conserving water and conserving the environment and conserving the natural resources.
ആധുനിക സാങ്കേതിക വിദ്യകളെയും അറിവുകളെയും അതിനായി യാഥാർത്ഥ്യബോധത്തോടെ ഉപയോഗിക്കൽ, വികസനത്തിന് വേണ്ടതായ മാർഗരേഖകൾ തയ്യാറാക്കൽ, പരിസ്ഥിതി സന്തുലിതത്തെ നിലനിർത്താനുള്ള മാസ്റ്റർ പ്ലാൻ നിർദ്ദേശങ്ങൾ നൽകൽ, കാലാവസ്ഥാ വ്യതിയാനത്തെ കണക്കിലെടുത്തുകൊണ്ടുള്ള സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ബന്ധപ്പെടുത്തിയുള്ള ട്രെയിനിംഗ് കൊടുക്കൽ, അതിൻ്റെ നോഡൽ ഏജൻസിയായുള്ള പ്രവർത്തനം, കൂടാതെ തണ്ണീർത്തട ജലാശയ പരിരക്ഷ എന്നിവകളെക്കുറിച്ചുള്ള പ്രവർത്തനങ്ങൾ, ഗവേഷണ പദ്ധതികൾ എന്നിവ പ്രധാനമാണ്. പ്രാദേശിക ജനവിഭാഗത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, വരും തലമുറകളിൽ പ്രകൃതിയെക്കുറിച്ചുള്ള അറിവ് നൽകാനായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന ക്ലബ്ബുകൾ എന്നിവയ്ക്ക് പുറമെ നഗരവൽക്കരണവും പരിസ്ഥിതി പ്രശ്നങ്ങളും കുന്നുകൂടിക്കൊണ്ടിരിക്കുന്ന മാലിന്യ പ്രശ്നങ്ങൾ എന്നിങ്ങനെയുള്ള മേഖലകളിൽ സജീവമായ ഇടപെടലുകളും പ്രവർത്തന പദ്ധതികളും ഡിപ്പാർട്ട്മെന്റ് നടത്തുന്നു. കൂടാതെ തീരദേശ പരിസ്ഥിതി പ്രശ്നങ്ങളും അതിൻ പ്രകാരമുള്ള പ്രവർത്തനങ്ങളും നിർദ്ദേശങ്ങളും വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ പെടുന്നുണ്ട്. ആഗോളതാപനത്തിനെതിരെയുള്ള നടപടികളിൽ ജനപങ്കാളിത്തത്തോടെയുള്ള പ്രാദേശിക ഇടപെടലുകൾ പ്രാധാന്യമേറിയതാണ്. വിവിധ തൊഴിൽ ജീവിത മേഖലകളിൽ കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്ന ശൈലി പരിസ്ഥിതി മെച്ചപ്പെടുത്തുവാനുള്ള പ്രവർത്തനങ്ങൾക്കൊപ്പം നടത്തേണ്ടതാണ്. പൊതുഗതാഗത സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്തി ഉപയോഗിക്കുന്നതിലൂടെയും വാഹനങ്ങൾ കുറച്ചുപയോഗിക്കുന്നതിലൂടെയും കാർബൺ ബഹിർഗമനം കുറയ്ക്കുക, കാർബൺ പുറന്തള്ളൽ പരമാവധി കുറയ്ക്കുന്ന രീതിയിലുള്ള ജീവിതചര്യയും ജീവിതശൈലിയും തിരിച്ചുപിടിക്കുക, കാർബണിനെ കൂടുതൽ വലിച്ചെടുക്കാൻ കൂടുതൽ വൃക്ഷങ്ങൾ എവിടെയും നട്ടുപിടിപ്പിക്കുക, പ്രകൃതി വിഭവങ്ങളിലെ ക്രൂരമായ കയ്യേറ്റങ്ങൾ നിർത്താൻ ഇടപെടുക, വനനശീകരണവും പ്രകൃതി നശീകരണവും ഇല്ലാതാക്കുക, പരിസ്ഥിതി സൗഹൃദ മാതൃകകളായ കാറ്റ്, സൗരോർജം, ബയോഗ്യാസ് എന്നിങ്ങനെ ഊർജത്തിൻ്റെ മറ്റുറവിടങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി കാർബൺ നിർഗമനം കുറയ്ക്കുക, പ്ലാസ്റ്റിക് ഉപഭോഗം കുറച്ചും പ്ലാസ്റ്റിക് കത്തിക്കാതെ റീസൈക്ലിംഗ് നടത്തുക, ചപ്പുചവറുകൾ വേണ്ടവിധം നിർമ്മാർജ്ജനം ചെയ്യുക, പരിസ്ഥിതിയെയും ജലസ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്നിങ്ങനെ വ്യക്തികൾ, കുടുംബങ്ങൾ, പ്രാദേശിക ഭരണകർത്താക്കൾ, സംഘടനകൾ എന്നിവയ്ക്കൊക്കെ കാര്യമായ പങ്ക് വഹിക്കാനാകും. കാലാവസ്ഥാ വ്യതിയാനം നാം അനുഭവിച്ചറിയാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇനി അതിൻ്റെ ആക്കം കുറയ്ക്കാനും വേഗത കുറയ്ക്കാനും ശ്രമിക്കുക മാത്രമേ കഴിയുകയുള്ളൂ. പെട്രോൾ, കൽക്കരി, പ്രകൃതിവാതകം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപഭോഗം ഇങ്ങനെ തുടർന്നാൽ താപനില 2030-നും 2050-നും ഇടയ്ക്ക് 1.5 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിക്കാമെന്നാണ് പുതിയ കണ്ടെത്തൽ. 21-ാം നൂറ്റാണ്ടിൻ്റെ തുടർക്കാലങ്ങളിൽ 1.5 മുതൽ 5.8 ഡിഗ്രി സെൽഷ്യസ് വരെ വർധനവുണ്ടാകാമെന്നുമാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. താപവർധന 2 ഡിഗ്രി സെൽഷ്യസിൽ താഴെ പിടിച്ചു നിർത്തിയാൽ മാത്രമേ ഭൂമിയിൽ ജീവിതം ഇന്നത്തേതുപോലെ തുടരാനാവൂ. സമുദ്രനിരപ്പ് ഈ നൂറ്റാണ്ടിൽ തന്നെ 90 സെന്റിമീറ്റർ വരെ ഉയരുന്നതിന് ഇടയാകുമത്രേ. ഒരുപക്ഷെ 1 മീറ്റർ മുതൽ 6 മീറ്ററോളം വരെ സമുദ്രനിരപ്പ് ഉയരാമെന്നും അത് സമുദ്രതീര പട്ടണങ്ങളെയും വിവിധ പ്രദേശങ്ങളെയും പ്രളയത്തിൽ ആണ്ടുപോകുന്നതിന് വഴിയൊരുക്കുകയും ചെയ്യുമെന്ന് ശാസ്ത്രലോകം ഉത്കണ്ഠപ്പെടുന്നു. ആഗോളതാപനത്തിന്റെ വേഗത കുറയ്ക്കുന്നതിന് അന്തരീക്ഷത്തിലേക്ക് ഇപ്പോൾ തന്നെ പുറന്തള്ളപ്പെടുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവിൽ 50% കുറവാണ് വരുത്തേണ്ടത്. 2050 ആകുമ്പോഴേക്ക് 5000 മുതൽ 10,000 കോടി ടൺ വരെ വർദ്ധിക്കാവുന്ന കാർബൺ വാതകത്തിൻ്റെയും മറ്റ് ഹരിതഗൃഹ വാതകങ്ങളുടെയും പുറന്തള്ളൽ കുറയ്ക്കാൻ മനുഷ്യ സമൂഹത്തിന് കഴിയണം. തകിടം മറിയുന്ന ജലചക്രവും ശുദ്ധജലമില്ലാത്ത കാലവും വർദ്ധിക്കുന്ന ചുഴലിക്കാറ്റുകളും വെള്ളപ്പൊക്കവും വരൾച്ചയും കാർഷിക വിളനാശവും ഭക്ഷ്യക്ഷാമവും വിലക്കയറ്റവും തൊഴിലില്ലായ്മയും രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷവും കാലാവസ്ഥാ മാറ്റങ്ങളുടെ പരിണിത ഫലങ്ങളാകും. കരയിലെ എല്ലാ അഴുക്കുകളും തള്ളപ്പെടുന്ന കുപ്പക്കുഴിയായി ജീവികൾ വസിക്കുന്ന കടലിനെ മാറ്റുന്നു മനുഷ്യർ. ഇപ്പോൾ തന്നെ 5 ട്രില്യൺ ടൺ പ്ലാസ്റ്റിക് വസ്തുക്കൾ സമുദ്രങ്ങളിൽ എത്തിക്കഴിഞ്ഞുവെന്ന് പഠനങ്ങൾ. ഓരോ വർഷവും 8 കോടി ടൺ വരെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കടലിലെത്തുന്നു. ഇതുവഴി 1 ലക്ഷത്തിലധികം സമുദ്രജീവികൾ കൊല്ലപ്പെടുന്നു.
കടലിലെ 700ഓളം സ്പീഷീസുകൾ പ്ലാസ്റ്റിക് ഭീഷണിയിലാണ്. ലക്ഷക്കണക്കിന് കടൽപക്ഷികളാണ് ഓരോ വർഷവും ചത്തുപോകുന്നത്. കടലിൽ നിന്ന് മൈക്രോ പ്ലാസ്റ്റിക് ഘടകങ്ങൾ മത്സ്യങ്ങളിലും അതുവഴി തിരിച്ച് മനുഷ്യരിലും എത്തി ക്യാൻസർ, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങി വിവിധതരം ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുന്നു. സമുദ്രത്തിന്റെ പരിസ്ഥിതി താളം തെറ്റുകയാണ്. കടലിൽ മത്സ്യങ്ങളില്ലാത്ത കാലവും വരുമെന്ന് ശാസ്ത്രജ്ഞർ പ്രവചിക്കുന്നു. കടലിലെ 25% ജീവികൾ അധിവസിക്കുന്ന പരിസ്ഥിതി വ്യൂഹങ്ങളായ പവിഴപ്പുറ്റുകളിൽ പകുതിയും അടുത്ത 25 വർഷത്തിനുള്ളിൽ നശിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. ആഗോളതാപനം ലോകത്തിലെ പക്ഷിവർഗങ്ങളിൽ 72% അപകടത്തിലാക്കി കഴിഞ്ഞു. മലിനീകരണ പ്രശ്നങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും ജൈവ വൈവിധ്യത്തെ തുടച്ചു നീക്കിക്കൊണ്ടിരിക്കുന്നു. ആകെയുള്ളതിൽ 12,000-ഓളം സസ്യജന്തു ഇനങ്ങൾ ഇപ്പോൾ തന്നെ അപ്രത്യക്ഷമായി കഴിഞ്ഞു. മറ്റനേകം ജീവിവർഗങ്ങൾ വംശനാശത്തിന്റെ ഭീഷണിയിലാണ്. ഇപ്പോൾ അനുഭവപ്പെടുന്ന അതിവേഗത്തിലുള്ള കാലാവസ്ഥാ മാറ്റങ്ങൾക്ക് പ്രധാന കാരണം വിവിധ കാലങ്ങളിൽ വിവിധ രാജ്യങ്ങളിലുണ്ടായ മനുഷ്യപ്രവർത്തനങ്ങളാണെന്ന് മനസ്സിലാക്കി ആഗോളതാപനം ഇനിയും വർദ്ധിപ്പിക്കാതെ പരിസ്ഥിതിയെയും ആവാസ വ്യവസ്ഥയെയും മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുക മാത്രമാണ് പോംവഴി. ഊർജോൽപാദനത്തിൻ്റെയും ഉപഭോഗത്തിൻ്റെയും രീതികളിൽ കാര്യമായ മാറ്റങ്ങളുണ്ടാക്കി ലാഭം മാത്രം നോക്കുന്ന മത്സരാധിഷ്ഠിതവും ദീർഘവീക്ഷണമില്ലാത്തതുമായ വികസന ദർശനത്തിൽ നിന്നും ജീവിത രീതികളിൽ നിന്നും മാറിക്കൊണ്ട് ഭാവിയെയും ഭാവി തലമുറകളെയും കണക്കിലെടുത്ത് പ്രവർത്തിക്കുക മാത്രമാണ് പോംവഴിയെന്ന് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു. ലോകത്തിൻ്റെ പല ഭാഗത്തും കാലാവസ്ഥാ ദുരന്തങ്ങൾ മനുഷ്യരെ കുടിയൊഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും ഇങ്ങനെ തുടർന്നാൽ സ്വന്തം നാടും വീടും വിട്ട് ഓടേണ്ടി വരുന്ന മനുഷ്യരുടെ എണ്ണം 100 കോടി വരെ ആയേക്കാമെന്നാണ് വിവിധ പഠനങ്ങൾ പറയുന്നത്. പ്രകൃതിയെ ആദരിച്ചിരുന്ന സംസ്കാരത്തിൽ നിന്നും മാറി ഉപഭോഗ ദുരമാത്സര്യ പ്രകൃതി ചൂഷണ സംസ്കാരത്തിൽ ആണ്ടുപോയ മനുഷ്യരാശി മനുഷ്യനും അവന്റെ ചുറ്റുമുള്ള പ്രകൃതിയും അതിലുള്ള എല്ലാം തമ്മിലുള്ള ലോലമായ പരസ്പര ബന്ധവും സന്തുലിതാവസ്ഥയും തകർക്കാതെ കാത്തുസൂക്ഷിക്കാൻ ഓരോ മനുഷ്യനും മനുഷ്യ സമൂഹവും ബാധ്യസ്ഥരാണ്. പ്രപഞ്ചത്തിലെ ജീവന്റെ തുടിപ്പുകൾ നിലനിൽക്കുന്ന അപൂർവ ദിവ്യസുന്ദരമായ ഈ ഹരിതഭൂമി മനുഷ്യദുരകളും ബുദ്ധിശൂന്യതകളും കൊണ്ട് നശിപ്പിക്കപ്പെടാതെ കാത്തുസൂക്ഷിക്കപ്പെടട്ടെ.